വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കാര്യമായിട്ടുള്ള മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയാണ് ഒരുപാട് പരിപാടികളുള്ളത് നമ്മുടെ ഗാർഡനിൽ. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ 10 മണി ചെടികൾക്കാണ് ഏറ്റവും കൂടുതൽ കെയറിങ് ആവശ്യം. പിന്നെ നമ്മൾ എത്ര കെയർ ചെയ്താലും അത് നശിക്കുക തന്നെ ചെയ്യും. ഒരുപാട് തുടർച്ചയായിട്ടുള്ള മഴയൊന്നും ഈ ഒരു ചെടി അതിജീവിക്കത്തില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാവേ. ഇത് 1 വീക്ക് മുമ്പേ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഇനി ഈ ഒരു മിശ്രിതത്തിൽ നമ്മൾ കുറച്ച് കൊക്കോപീറ്റ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ സാഫ് മിക്സ് ചെയ്യുന്നുണ്ട്. ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊക്കോപീറ്റ് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെക്കാം. ഇനി ഈ ഒരു കവർ സാഫ് ഫുള്ളായിട്ട് ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. സ്ക്രീനിൽ കാണുമ്പോൾ ചെറിയൊരു മൺകൂനിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുറച്ചധികം മണ്ണുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സായി വന്നപ്പോഴേക്കും നമ്മുടെ ചകിരിച്ചോറും സെറ്റായിട്ടുണ്ട്. ഇനി അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മണ്ണൊന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അങ്ങനെ മണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പോട്ട്സ് ആണ്. അത് ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മുടെ പഴയ പോട്ട്സുകളൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ആഹാ, ഇത് കൊള്ളാലോ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മണ്ണ് ഞാൻ എല്ലാ ചട്ടികളിലും നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും സെറ്റായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് കളേഴ്സ് 10 മണി ഇതുപോലെ കവറിൽ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പോട്ടിലും ഓരോ കളർ നടാൻ എന്തായാലും പറ്റില്ല. എങ്കിലും ഒരു 80ഓളം ചട്ടികളെങ്കിലും വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇത്രയും ചട്ടികളിൽ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കാം. ഒരു ചട്ടിയിൽ ഞാൻ 1, 2, 3 കളേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടിയിൽ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് ചട്ടികൾ ബാക്കിയുണ്ട്, അതുകൂടി നട്ടെടുക്കണം. അതിനു മുമ്പ് ഈ ഒരു സ്പേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ മഴ സീസണിൽ നമ്മുടെ പെറ്റൂണിയാസ് ഒക്കെ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പെറ്റൂണിയാസിന്റെ വളരെ കുറഞ്ഞ കളക്ഷൻസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അതൊക്കെ ഈ ഒരു സ്പേസിൽ നിന്ന് ഏറ്റവും സേഫ് ആയിട്ടുള്ള മറ്റൊരു സ്പേസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് ഇപ്പോൾ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗാർഡനിലെ ഷെയ്ഡഡ് ആയിട്ടുള്ള മെയിൻ ഏരിയ ആണ് കേട്ടോ ഇത്. ഈ ഒരു ഏരിയയിലാണെങ്കിൽ നേരിട്ട് വെയിലടിക്കുകയും ചെയ്യും, എന്നാൽ നേരിട്ട് മഴ കൊള്ളത്തുമില്ല. അങ്ങനൊരു സ്പേസാണിത് കേട്ടോ. ഈ മഴക്കാലത്ത് എൻ്റെ 10 മണികൾക്ക് ഇരിക്കാൻ ഇതിലും നല്ലൊരു സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി അവിടെയുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഫുള്ളായിട്ട് 10 മണി വെക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. തൽക്കാലം പ്ലാന്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഇതും 10 മണി തന്നെയാണ് കേട്ടോ. ഇതുവരെ ഞാൻ സെയിൽ ചെയ്യാത്ത കുറച്ച് തൈകളാണ്. ഞാൻ രാവിലെ കയറിയതാണ് ഈ ജോലികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി എന്തായാലും വേറെ കുറച്ച് ജോലികളുണ്ട്. അപ്പോൾ നാളെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇന്നലത്തെക്കാളും കുറച്ച് മുന്നേ ഞാൻ കയറിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം കേട്ടോ, അല്ലെങ്കിൽ മറ്റു പണികൾ അവിടെ തന്നെ കിടക്കും. ഒന്നാമത്തെ കാര്യം, നമുക്ക് 10 മണിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ വിങ്ക പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും ഒക്കെ ഒരുപാട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എല്ലാവരും നമുക്ക് മഴയത്ത് നിന്ന് മാറ്റണം. അപ്പോൾ ഇന്ന് കുറച്ച് അധികം പണിയെടുത്താൽ നമുക്ക് നാളെ മറ്റൊരാളെ സേഫ് ആക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. രാവിലെ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ചെടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഹൂക്കുകളൊക്കെ ആ ഒരു ഏരിയയിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. കുറേ പിടിപ്പിച്ചിട്ടിട്ട് പിന്നെ ഇന്നലെ ബാക്കി വെച്ച പോട്ട്സിലൊക്കെ ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട്. പിന്നെയും കുറേ പോട്ട്സുകളൊക്കെ ഒഴിച്ചെടുത്ത് അതിലും ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10-20 പോട്ട്സോളം നമ്മൾ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും പോട്ടുകളിലായിട്ടൊരു 10-40 കളറും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചധികം കളേഴ്സ് 10 മണി ബാക്കിയാണ്. അവരെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മഴ ഒരുപാട് കൊണ്ടാൽ പണി കിട്ടും, കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഇതൊന്ന് സെറ്റാക്കിയതിന് ശേഷം പെട്ടെന്ന് അവരെയും ഇതുപോലെ ഷെയ്ഡിലേക്ക് മാറ്റണം. എന്ത് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ഭംഗി തോന്നണം. അതാണ് ഞാൻ ഓരോ പോട്ട്സ് ഇട്ടതിന് ശേഷവും ദൂരെ മാറി നിന്ന് നോക്കും നന്നായിട്ടുണ്ടോ എന്നുള്ളത്. ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ പല കളർ പോട്ട്സ് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ് ഒരുപാട് ടൈം എടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മഴയത്ത് 10 മണി എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ്. മഴയും 10 മണിയും ഒരിക്കലും സെറ്റാവാത്ത ആൾക്കാരാണ് കേട്ടോ. തുടരെയുള്ള മഴ 10 മണിയെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ എത്ര കെയർ കൊടുത്താലും ശരി. അതുകൊണ്ട് തന്നെ നമ്മളിതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. നല്ല കട്ടിങ്സ് എടുത്ത് ഷെയ്ഡിലേക്ക് മാറ്റി നട്ട് വെച്ചാൽ ഒത്തിരി പൂത്തിട്ടില്ലെങ്കിലും ആരോഗ്യത്തോടെ ആ ചെടി അങ്ങനെ നിന്നോളും. ഈ റെയിനി സീസണൊക്കെ കഴിഞ്ഞ് നല്ല വെയിൽ വരുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെ കട്ടിങ്സ് നമുക്ക് മാറ്റി നട്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലൂം ചെയ്യിപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷവും ഈ ഒരു സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തത്.
അതുകൊണ്ട് തന്നെ ഒരു കളർ പോലും നഷ്ടപ്പെടാതെ എനിക്ക് ഈ വർഷവും അടിപൊളിയായിട്ട് പൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷവും നിങ്ങൾക്ക് 10 മണിയുടെ പൂക്കളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഹെൽത്തി കട്ടിങ്സൊക്കെ മാറ്റി ഷെയ്ഡിലേക്ക് നടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.